ചാനൽ 91 ന്യൂസിൽ അതിഥി ചിത്രകാരനും ശില്പിയുമായ ശ്രീ ശിവദാസ് എടക്കാട്ടുവയൽ. നമസ്കാരം മാഷ്. നമസ്കാരം. എൻ്റെ പറച്ചിൽ മുഴുവനും എൻ്റെ ചിത്രങ്ങളിലൂടെയും ശില്പങ്ങളിലൂടെയാണ്. അതിൻ്റെ ചിത്രവും ശില്പം കാണണം. അതിൽ തുടർച്ചയായിട്ട് വീക്ഷിക്കുമ്പോൾ മനസ്സിലാവും ഞാൻ എന്തോ അതിൽ പറയുന്നുണ്ടെന്നല്ല. ആ പറച്ചിലിന് നമ്മളൊരു അന്വേഷണം ഉണ്ടാവും. ആ അന്വേഷണത്തിൽ നിന്നാണ് അവൻ്റെ ഉത്തരത്തിൽ നമ്മൾ പോകേണ്ടത്. അതാണ് ഒരു ചിത്രത്തിൻ്റെ ശില്പത്തിൻ്റെ ഒരു ഭാഷ നമുക്ക് രൂപപ്പെടേണ്ടതുണ്ട്. അത് നമുക്ക് വളരെ കുറവാണ്. അത് നിരന്തരമായിട്ടുള്ള കാഴ്ചയിലൂടെ നമുക്ക് സംഭവിക്കേണ്ട. ഒരു ചിത്രകാരൻ്റെ ശില്പം അല്ലെങ്കിൽ ഒരു ചിത്രം എന്നുള്ളത് നിരന്തരമായിട്ട് അതിനെ പിന്തുടരുന്ന ഒരാൾക്കറിയാം അയാൾ അന്ന് ചെയ്തത് എന്താണ്, ഇന്ന് എന്താണ്, ഇനി നാളെ എന്ത് ചെയ്യും എന്നും ചിന്തിക്കും. അത് കൃത്യമായിട്ടൊരു പഠനത്തിൻ്റെ വിഷയമാണ്. ഒരു ചിത്രം വരയ്ക്കുന്നു, ഇന്ന് വരയ്ക്കുന്ന ഒരു ചിത്രത്തിൽ നിന്ന് അവന് അടുത്ത ഘട്ടത്തിൽ വരയ്ക്കുന്ന മറ്റൊരു ഇതിൻ്റെ വേറെ തുടർച്ച, അതിൻ്റെ ശൈലി മാറും. ആ ശൈലി വ്യത്യസ്തമായിരിക്കും. ഒരു മനുഷ്യൻ വളരുമ്പോഴത്തേനും അവനിവിടെ ജീവിച്ചിരുന്നു എന്നുള്ളത് അടയാളപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മളെല്ലാം ചത്തുപോയി എന്ന് പറയുന്ന അവസ്ഥയിട്ട് പോകും. അതെ, അത്രേ ഉള്ളൂ. നമുക്ക് തീർച്ചയായിട്ടും നമ്മളോട് ജീവിച്ചിരുന്നു എന്നുള്ള അടയാളപ്പെടുത്തലാണ് അടുത്ത തലമുറയ്ക്കായാലും അടുത്ത തലമുറയ്ക്കാണ് അതിന്റെ നേട്ടം. നമ്മുടെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സംഭാവന ചെയ്യണം. കാരണം നമ്മൾ പ്രകൃതിയിൽ നിന്ന്, ചുറ്റുപാടിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് സാംശീകരിച്ചിട്ടുള്ളതിൻ്റെ, നേടിയിട്ടുള്ളതിൻ്റെ ആകത്തുകയാണ് നമ്മൾ. അതിൽ നിന്ന് നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന കർമ്മം എത്ര ശുദ്ധമായിരിക്കണം എന്നുള്ളത് നമ്മളും കൂടി ചിന്തിക്കേണ്ടത്. അതാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടുന്നൊരു പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. ഇപ്പം ഞാൻ ചെയ്യുന്ന വെച്ചാൽ എൻ്റെ വർക്കുകളിലെല്ലാം ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരും എത്രമാത്രം വായിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തിരുവനന്തപുരത്തുള്ള റിതം ഓഫ് ലവ് പ്ലസ് നമ്മുടെ മുളതുരുത്തില്, അത് ശ്രദ്ധേയമാണ്. മുളതുരുത്തില് വലോപ്പള്ളി തന്നെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരുടെ ആ സ്ഥാപനത്തിന്റെ അകത്ത് തന്നെ ഒരു 2-3 ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ വളരെയധികം മീഡിയയിലും ഒക്കെ ചർച്ച ചെയ്തതാണ്. എന്താണ് അതിന്റെ ഒരു അനുഭവം, പരിചയം എങ്ങനെയായിരുന്നു? അനുഭവം എന്ന് വെച്ചാൽ വൈലപ്പള്ളിയുടെ ആ ഒരു പ്രോജക്റ്റ് എന്നെ ഏൽപ്പിച്ചത് ഞാൻ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നത്. കാരണം ഒന്ന്, വൈലപ്പള്ളി എന്നുള്ള ഒരു മഹാരഥൻ്റെ ഒരു പ്രോജക്റ്റ് നമ്മളിലേക്ക് വരികയും ആ മുഖം നമുക്ക് ചെയ്യാൻ സാധിക്കുകയും അതല്ല, ആ കവിതയിൽ പറഞ്ഞിരിക്കുന്ന കേരളം മുഴുവൻ കൊണ്ടു നടക്കുന്ന എല്ലാവരും ഏറ്റുപാടി വേദനിച്ച ആ കവിതയുടെ എല്ലാ സന്ദർഭങ്ങളും അവിടെ റിലീഫ് ശില്പങ്ങളായിട്ട് ചെയ്യാൻ സാധിച്ചതും, അതിനോടൊപ്പം തന്നെ മറ്റൊരു ശില്പം കവിതയെ അധികരിച്ച് ചെയ്യണം എന്ന് പറയും. ഒരു 11 അടി വലിപ്പമുള്ള ഒരു ശില്പം ചെയ്തു. ആ ശില്പം അമ്മയും കുഞ്ഞുമാണ്. കവിത എവിടെ നിൽക്കുന്നു, ആ കവിത ആ നിൽക്കുന്നിടത്ത് നിന്നും അപ്പുറത്താണ് ഞാൻ ശില്പം ചെയ്തത്. സ്വന്തം ആശയം. അപ്പോൾ ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ള ശില്പമല്ല, പക്ഷെ അതൊരു അമ്മയും കുഞ്ഞുമാണ്. കവിതയ്ക്ക് ശേഷമുള്ള ഒരു സന്ദർഭം ആണ് ചെയ്തിരിക്കുന്നത്. അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. അത് കാഴ്ചക്ക് വിട്ടിരിക്കുന്നത്. കവിതയിലുള്ള സന്ദർഭമല്ല, കവിതയ്ക്ക് ശേഷം ആണ് ആ മുഹൂർത്തം, അമ്മയും മകനും തമ്മിലുള്ള മുഹൂർത്തമാണ്. ഏതായാലും അങ്കണത്തൈമാരിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക എന്ന് പറയുന്ന മലയാള മനസ്സിൽ ആ വരികൾ ഏതായാലും ഒരിക്കലും അവസാനിക്കാത്ത പോലത്തെ ഒരു ചിത്രം പോലെ ഉണ്ടാക്കിയ ഒരു ഭാഗമാണ് ഏതായാലും മാഷി പറയുന്നത്. അതേപോലെ തിരുവനന്തപുരത്തെ ഒരു പരിചയം അങ്ങനെയുണ്ടായിരുന്നു. തിരുവനന്തപുരം അത് എൻ്റെ ജീവിതത്തിലെ ശില്പകല മേഖലയിൽ എനിക്ക് ഒത്തിരി പേര് ഉണ്ടാക്കി ശില്പമാണ്. അത് ഈ ശില്പം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ മുളന്തുരുത്തിയിലെ ശില്പം വൈലപ്പള്ളി സ്മാരകത്തിൻ്റെ അങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് കേരള ലളിതകലാ അക്കാദമി നമ്മുടെ ചലച്ചിത്ര വികസന കോർപ്പറേഷനും കൂടി സംയുക്തമായിട്ട് ചെയ്ത പ്രോജക്റ്റാണ്. അതിലേക്ക് നമ്മളെ പങ്കെടുപ്പിച്ചപ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമായി. കാരണം ഒരു മഹാരഥനായി ലോകം അംഗീകരിക്കപ്പെടുന്ന നമ്മുടെ ഷാജിയും കരീം സാറിൻ്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. സാറ് ഞാൻ ഫസ്റ്റ് ചെയ്ത ഡ്രോയിങ് തന്നെ ഇത് മതി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ടായി. പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മളെ അദ്ദേഹം എത്രയോ ലോകം കണ്ട മനുഷ്യൻ, എത്രയോ കലാകാരന്മാരെ കണ്ടാണ്. ലോകം മുഴുവൻ കലയുടെ എല്ലാ സമ്മേളനങ്ങളിലും പങ്കെടുക്കുന്നവരാണ്. അത്രയും വലിയൊരു മനുഷ്യൻ അതിൽ കാണുമ്പോൾ അറിയാലോ. അപ്പോൾ അദ്ദേഹം നമ്മളോട് വളരെ വാത്സല്യപൂർവ്വം അത് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നു. അതിന് അതേ വാല്യൂവിൽ തന്നെ അദ്ദേഹം അത് ഏറ്റെടുക്കുകയും അതിന് വേണ്ടുന്ന പ്രോത്സാഹനം ചെയ്യും. നമ്മൾ മീഡിയ വഴിയൊക്കെ വേണ്ടുന്ന അംഗീകാരങ്ങളെ തരികയും ചെയ്യാം. നമ്മളെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹം ഒത്തിരി ശ്രമിച്ചു. അത് കേരള ലളിതകലാ അക്കാദമി അതിൻ്റെ സെക്രട്ടറി ബാലമുരളീകൃഷ്ണൻ വളരെയധികം റിസ്ക് എടുത്തു തന്നെ.
കാരണം ഈ കലാകാരന്മാരൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് എങ്ങനെ അത് ചെയ്യാം എന്നുള്ളത് കണ്ടുകൊണ്ട് അവരുടെ വർക്കുകൾ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒത്തിരി ഉണ്ടാക്കാൻ കഴിയും. ആ അതിന് വലിയൊരു പ്രോത്സാഹനം തന്നു. അത് എൻ്റെ ശില്പകലാരംഗത്തെ ഒരു എൻ്റേതായ ഒരു ശൈലി തന്നെ കൊണ്ടുവരാനും സന്തോഷം നൽകുകയും ഒക്കെ ചെയ്ത് അത് എൻ്റേതായ ശില്പം എന്നുള്ള നിലയിൽ എല്ലാവരും കാണുന്നുണ്ട്. എൻ്റെ വർക്കിൻ്റെ ശൈലി ഒരു പ്രമുഖ സ്ഥാനത്ത് ആ ശില്പം ചെയ്യാനും സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. അതേപോലത്തെ മുംബൈയും ഒക്കെ മുംബൈയിൽ ചെയ്തിട്ടുള്ളത് അത് അവിടെ കിളിമകൾ എന്നുള്ള ശില്പമാണ്. ആ ശില്പം 49 അടി ഉയരമാണ്. ഇത്രയും വലിയ ശില്പമാണ്. അത് നമ്മുടെ 5 നില കെട്ടി ചെയ്ത ശില്പമാണ്. നമ്മളവിടെ 2 മാസക്കാലം താമസിച്ച് ചെയ്തൊരു വർക്കാണ്. അത് ഒരു വലിയ അനുഭവമായിരുന്നു. അനുഭവം വെച്ചാൽ കൊടും ചൂടത്താണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ കേരളം വിട്ട് അത്രയും ദൂരം പോയി മുൻപ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് അങ്ങനെ. കേരളത്തിൽ വെളിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബോംബെയിലെ ഇന്ത്യൻ ഏരിയയിലേക്ക് ആദ്യമായിട്ടാണ്. അതുപോലത്തെ ഒരു സന്തോഷം ഞാൻ കുറച്ച് കേട്ടറിവുകളേ ഉള്ളൂ. ഈ എടക്കാട്ട് വയലിൽ തന്നെ അത്ര വലിയൊരു പ്രോജക്റ്റ് പ്ലാനിങ് നടക്കുന്നു. ഈ സ്ഥലനാമം പോലത്തെ ഒരു പഞ്ചായത്തിൻ്റെതായുണ്ട്. അത് ശിവദാസ് മാഷിനെയാണ് അവർ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കുന്നത്. എത്രത്തോളം സാധ്യമാകും? അത് പഞ്ചായത്തിന്റെ പ്രോജക്റ്റ് അല്ല യഥാർത്ഥത്തിൽ. അത് ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ നമ്മളെ ഒരു നിരീക്ഷണത്തിൽ നിന്ന് ഉണ്ടായതാണ്. എൻ്റെ ഒരു പ്രിയപ്പെട്ടൊരു സുഹൃത്തുണ്ട്, പീറ്റർ കുര്യാക്കോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരി പേര്. ഞാൻ പീറ്റർ ചേട്ടാ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം അമേരിക്കയിലാണ്. അദ്ദേഹം ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ഇതിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ച് വളരെ ബോധവാനാണ്. ഭയങ്കരമായിട്ട് വായിക്കും, സ്റ്റഡി ചെയ്യുന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ തന്നെ ഞങ്ങൾ കൂടിയിരിക്കും. ചെറുപ്പത്തിൽ തന്നെ എന്നെ കൂട്ടുപിടിച്ച് നടക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം എപ്പോഴും ഈ നാടിനെ കുറിച്ച് ഇങ്ങനെ കഥകൾ പറഞ്ഞ് നമ്മുടെ മനസ്സിലേക്ക് ഞങ്ങളുടെ തറച്ചുപോയി. അപ്പോൾ എന്നോട് അദ്ദേഹം ഒരു പ്രാവശ്യം പറഞ്ഞു, എടാ ഇതൊക്കെ ചിത്രങ്ങളൊക്കെ ആക്കി വെക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കിൽ നിന്നാണ് ശില്പങ്ങളിലേക്ക് ഒരു രൂപാന്തരം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് ശില്പങ്ങളാക്കിയാലോ. അപ്പോൾ ഞാൻ കൂടുതൽ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നാടിൻ്റെ പേരുകളുണ്ടായിരിക്കുന്നത് ഓരോ മിത്തുകളുണ്ടാകാം, പുരാണങ്ങളുണ്ടാവാം, മറ്റ് ചരിത്രങ്ങളുണ്ടാവാം, ചില വ്യക്തികളുടെ പേരുകളുണ്ടാവാം, അതുപോലെ ചില ഊരുകളുടെ പേരുകളുണ്ടാകാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഇതെല്ലാം പഠിച്ചു വെച്ചതിന് ശേഷം ഞാനിത് ശില്പങ്ങളിലേക്ക് മാറ്റാമെന്നുള്ള തീരുമാനം ഉണ്ടായി. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ കണ്ടോത്ത് നിരപ്പ് എന്ന് പറയുകയാണ്. ഈ കണ്ടോത്ത് നിരപ്പ് ആ പേരുണ്ടായത് എങ്ങനെയാണ്? അവിടെ കണ്ടോത്തി എന്ന് പറഞ്ഞ മനുഷ്യൻ ജീവിച്ചിരുന്നു. ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു കാർഷിക സംരക്ഷകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആ സ്ഥലത്ത് കണ്ടോത്തുരുപ്പ് എന്ന പേരുണ്ടായി. മറ്റൊരു സ്ഥലമുണ്ട് കണ്ടോത്തുരുപ്പ് എന്ന് പറയുന്നത്, അത് തൊട്ടടുത്ത് തന്നെയാണ്. അത് വേറെ ഒരു ഇതാണ്. അതാണ് ഓദിക്കന്മാരുടെ സ്വഭാവം കാണിക്കും അവിടുത്തെ നാട്ടിൻ്റെ പേര്. അതെ. അപ്പോൾ അങ്ങനെ അതെല്ലാം ശില്പങ്ങളാക്കി മാറ്റുക. അപ്പോൾ അടുത്ത തലമുറയ്ക്ക് ഇത് മനസ്സിലാവും. ഈ പേരുകളൊന്നും ഇന്നത്തെ തലമുറ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല, എങ്ങനെ ഉണ്ടായെന്ന് അവർ അന്വേഷിക്കുന്ന പോലുമില്ല. അപ്പോൾ അടുത്ത തലമുറ ചോദിക്കും ഇതെന്താണ് ശില്പം എന്ന് ചോദിക്കുമ്പോൾ അത് ഇന്നതാണ് എന്ന് പകർന്നു കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ശില്പങ്ങൾ ഉണ്ടാകുക. പിന്നെ ഇത്രയും ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന നാടിന് ഞാൻ നിൽക്കുന്ന മേഖലയെ കൂടി മാത്രമേ ചെയ്യാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ശില്പങ്ങളിലൂടെ ഒരു സംഭാവന നാടിന് കൊടുക്കുകയും. തുടക്കം അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് സമ്പത്തിൻ്റെ കുറച്ച് പ്രശ്നമുണ്ടായി. നല്ലൊരു പൈസ വേണ്ട പ്രോജക്റ്റാണ്. ഇന്നും ഒരു ജോൺ ബീറ്റർ എന്ന് പറഞ്ഞ സാറ് ഒരു 15,000 ഉറുപ്പിക തന്നിട്ടുണ്ട്. ആ പൈസ ഇന്നും നമ്മുടെ കൈവശമുണ്ട്. അതല്ലാതെ വേറെ പൈസ നമ്മുടെ കയ്യിൽ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടില്ല. അപ്പോൾ പിന്നീട് പല സാഹചര്യങ്ങൾ കൊണ്ട് അത് അങ്ങോട്ട് നീണ്ടു പോയി. നമ്മളത് ഉടനെ നടപ്പാക്കണം. അല്ല, കേരളത്തിൽ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ സ്വതന്ത്രമായിട്ട് ഞങ്ങൾ ചിന്തിക്കുന്ന ഒരു മാധ്യമപ്രവർത്തനം കൂടിയാണ് ഞാൻ. ഇവിടെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ടൂറിസം, വിനോദസഞ്ചാരത്തിൻ്റെ ഒരു വിപുലീകരണം കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് റിമോട്ട് ഏരിയയിലെ ഡെവലപ്മെന്റ് ആണ് പ്രധാന ഫോക്കസ് ചെയ്യുന്നത്. ഇതുപോലത്തെ സ്ഥലങ്ങൾ, അതിൻ്റെ പ്രകൃതി ഭംഗി എല്ലാം ഉണ്ടാകുമ്പോൾ ഈ ഒരു ഭംഗിയുള്ള, ഈ അർത്ഥമുള്ള ഒരു ശില്പ കൂട്ടായ്മ കൂടി കേരളത്തിന് ഗുണം ചെയ്യലുള്ളൂ. തീർച്ചയായിട്ടും. ഇത് ഇപ്പം ഞാനീ പറഞ്ഞ ഈ പ്രോജക്റ്റ് ശരിക്കും പറഞ്ഞ കേരളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ പ്രോജക്റ്റ് ഇവിടെ നടപ്പാകുന്നുവെങ്കിൽ ഇത് ഈ ടൂറിസത്തിൻ്റെ മേഖലയ്ക്ക് ഇതിന് വരും. ഇതിന് ഞാൻ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്, എങ്ങനെയൊക്കെ വേണം, ഏതെല്ലാം മേഖല ഇതിൽ കണക്ട് ചെയ്യാം എന്നുള്ളതെല്ലാം. അപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള ജയകുമാർ, ഇപ്പം അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഞാൻ ഈ പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്ന സമയത്തും അദ്ദേഹം പ്രസിഡന്റാണ്. അന്ന് ഞാൻ അദ്ദേഹത്തിന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നും അദ്ദേഹം ഇത് ഈ പദ്ധതി നടപ്പാക്കാനായിട്ട് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ ഒരു ആശ്വാസം കണ്ടെത്തുന്നുണ്ട്. എനിക്ക് ഇതെൻ്റെ ഏറ്റവും വലിയ മോഹമായിട്ട് ഞാൻ സൂക്ഷിക്കുകയാണ്.
തീർച്ചയായിട്ടും ഈ മോഹത്തെ ഞങ്ങൾ കേരള സർക്കാരിൻ്റെ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ മുഹമ്മദ് റിയാസിന് മുമ്പിൽ ഇത് അവതരിപ്പിക്കുകയാണ്. കേരളത്തിൻ്റെ അടുത്ത പടികളിൽ ഒന്നായിട്ടുള്ള വിനോദസഞ്ചാരത്തിൽ ശിവദാസ് മാഷിനെ പോലുള്ള ആളുകളുടെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള ഒരു പുതിയൊരു ആശയമാണ്. ആ ആശയത്തിൻ്റെ ഗുണവുമാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഇത് കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു സംഗതിയായി വീക്ഷിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും അത് ഞാൻ മന്ത്രിയുടെയും ഈ സർക്കാരിൻ്റെ മുമ്പിൽ വയ്ക്കുകയാണ്. മറ്റൊന്ന്, ഇതുപോലെ നമ്മളിപ്പോൾ ഒരുപാട് ഘടകങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലൂടെ കടന്നു പോലും ഒരു കലാകാരന് വളരെ എളുപ്പമാണോ? കേരളം എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല ജീവിച്ചു പോകാൻ. ഒട്ടും എളുപ്പമല്ല. അനുഭവ സാക്ഷി. കാരണം അന്ന് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നതിൽ അന്നത്തെ സമയത്തുള്ളതിൽ ഞങ്ങൾ 4 പേരെ ഫീൽഡിലുള്ളൂ. എന്ന് പ്രഗത്ഭ ചിത്രകാരൻ KT മത്തായി, ഒന്ന് മറ്റൊരു പ്രഗത്ഭ ചിത്രകാരൻ കുമാർ ദേശീയ അവാർഡ് ജേതാവാണ്. മത്തായി ലളിതകല അക്കാദമി അവാർഡ് ഗോൾഡ് മെഡലിസ്റ്റാണ്, നാഷണൽ സീനിയർ ഫെലോഷിപ്പ് ജേതാവാണ്. പിന്നെ രാജലക്ഷ്മി സ്നേഹിതയാണ്, ചിത്രകാരിയാണ്. അപ്പം ഞങ്ങളുടെ ആ ബാച്ചിൽ ഞങ്ങൾ 4 പേര് ഒറ്റ ക്ലാസ്സിൽ പഠിച്ചവരാ. ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന കാര്യം തന്നെ, ഞങ്ങൾ ഒറ്റ ക്ലാസ്സിൽ പഠിച്ചവരാ. ഈ ഞങ്ങൾ 4 പേര് മാത്രമാണ് അന്നത്തേൽ സജീവമായിട്ട് മേഖലയിലുള്ളൂ. അപ്പോൾ ചിന്തിക്കാം. കാരണം അത് തുടർന്ന് വെല്ലുവിളിയും ഭയങ്കര വെല്ലുവിളിയാണ്. കാരണം നമുക്ക് ജീവിക്കാൻ കഴിയില്ല. തുറന്നോ പറയാം, നമ്മൾ ഇന്നത്തെ സ്റ്റുഡൻസിന് അത് അത്ര പ്രശ്നമല്ല. കാരണം നമ്മുടെ സമ്പ്രദായങ്ങൾ മാറി, സിലബസൊക്കെ മാറി, അതിൻ്റേതായ സാധ്യതകളൊക്കെ ഒത്തിരി വന്നു. അന്നുള്ളവർക്ക് പറ്റില്ലായിരുന്നു ജീവിക്കുവാനായിട്ട്. ഞങ്ങൾ പഠിക്കുന്നത് ഡ്രോയിങ് അധ്യാപകനാകാൻ വേണ്ടി മാത്രമായിരുന്നു അന്നത്തെ കാലത്ത്. പിന്നെ ബോർഡ് എഴുതുക, നമ്പർ എഴുതുക, അങ്ങനെയുള്ള രീതിയിലേക്ക് അങ്ങനെയാണ്. അപ്പം ഞാനും അന്ന് പഠിക്കുന്ന സമയത്തും ചെയ്തിട്ടുണ്ട്, അതിന് ശേഷവും ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് നമ്മുടെ കലയിലുള്ള സജീവമായിട്ടുള്ള ഈ പ്രവർത്തനം കൊണ്ട് നമ്മൾ ഇന്ന് അകന്നുപോയി. ഇപ്പം അത് ചെയ്യാറില്ല. പക്ഷേ ഒരു കേരളത്തിൽ ഒരു കലാകാരന് വളർന്നു വരാൻ ഇപ്പോൾ സാധ്യതകൾ ഏറെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ സാഹചര്യത്തിൽ ഒട്ടും തന്നെ പറ്റുന്നതല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊപ്പം പഠിച്ചവരെല്ലാം മറ്റ് മേഖല തേടിപ്പോയി. നിൽക്കാൻ പറ്റില്ല. എല്ലാവരും ഗൾഫിലേക്ക് പോയി. പലരും പിന്നെ കുറച്ച് ചിലർ ജോലി കിട്ടി, അങ്ങനെയൊക്കെ പോയി. പിന്നെ ചിലർ സ്വന്തം ബിസിനസ് കാര്യങ്ങളിൽ അങ്ങനെയൊക്കെ പോയി. പക്ഷെ ഇന്ന് അവർക്ക് കൂടുതൽ ആവേശമുണ്ട്. ഇന്നത്തെ വളർച്ചയും ഒക്കെ കാണുമ്പോൾ അവർ തിരിച്ചു വരണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഒത്തിരി അകന്നു പോയി. അതിൻ്റെ വിഷമം അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇത് വളരെ ഈ സായാഹ്നത്തിൽ ഉള്ള ഈ ചർച്ചയിൽ കുറച്ചുകൂടി പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് മാഷോട് സംസാരിച്ച് ഞങ്ങൾ അവസാനിപ്പിക്കുന്നത്. അതായത് കേരളം നാളെ ആവശ്യപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് ഈ കലയെ, ഈ ശില്പകലയെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളൊരു വെളിച്ചത്തിലേക്ക് ഞങ്ങൾ ഈ വിഷയം വെക്കുകയാണ്. ഇത്രയും നിമിഷം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്തതിൽ വളരെയധികം നന്ദി. സന്തോഷം. നന്ദി.